വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ അധ്യക്ഷൻ അവർകളെ, സ്നേഹമുള്ള കൂട്ടുകാരെ, മറ്റു സദസ്യരെ, നാം ഇന്ന് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വഴിതെറ്റുന്ന വിദ്യാർത്ഥി സമൂഹം എന്നതാണ് എൻ്റെ വിഷയം. വളരുന്ന തലമുറ അധാർമികതയിലേക്കും അരാജകത്വത്തിലേക്കും വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവ്വ അരുതായ്മകളിലും വിദ്യാർത്ഥികളുടെ പങ്ക് അനുദിനം വർദ്ധിച്ചു വരികയാണ്. ആധുനിക മീഡിയകളും പുതിയ ലോകത്തെ സാഹചര്യങ്ങളും അവരെ വഴിപിഴപ്പിക്കുന്നുവെന്നാണ് യാഥാർത്ഥ്യം. മദ്യത്തിന്റെയും മറ്റു മയക്കുമരുന്നിന്റെയും അടിമകളാണ് ഇന്ന് പല വിദ്യാർത്ഥികളും. ഗുരുജനങ്ങളോടും മുതിർന്നവരോടുമുള്ള ആദരവും ബഹുമാനവും ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അധ്യാപകരെ അവമതിക്കുന്ന വിദ്യാർത്ഥികളാണ് ആധുനിക ലോകത്തിന്റെ ശാപം. പഠനത്തിലുപരി അരുതായ്മകളെ പുണരുന്നതിലാണ് ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയും താല്പര്യവും. ക്യാമ്പസ് രാഷ്ട്രീയവും അതിന് വിട്ടുകടന്നിരിക്കുന്നു. ഖടാര കൊണ്ട് സ്വന്തം പാർട്ടിയുടെ ചിഹ്നം സഹപാഠിയുടെ ശരീരത്തിൽ കോറിയിടുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇങ്ങനെ തികച്ചും ഭീതിതമായ വാർത്തകളാണ് ഓരോ ദിനത്തിലും ക്യാമ്പസുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനമാണ് ഏറ്റവും വലിയ ആരാധന എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഓരോ വിദ്യാർത്ഥിയും മുഴുവൻ സമയങ്ങളിലും പഠന വിഷയങ്ങളിലായി കഴിയേണ്ടതിന്റെ ആവശ്യകതയാണ് പ്രവാചകൻ ഇവിടെ ബോധ്യപ്പെടുത്തിയത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ വിജ്ഞാനം നേടുക, ഇൽമു പഠിക്കൽ ഭക്തിയാണ്, ഓർക്കൽ തസ്ബീഹാണ്, അതിലുള്ള ചർച്ച ജിഹാദുമാണ്, അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ സദഖയാണ്, അത് ഏകാന്തതയിലെ നേരം പോക്കുമാണ്. കേവലം പഠനം കൊണ്ട് തൊഴിൽ മാത്രം ഉദ്ദേശിക്കുന്നതാണ് പുതിയ ലോകത്തിന്റെ പ്രശ്നം. അതിനാൽ ആത്മീയമായ വികാസം അവനൊരിക്കലും സാധ്യമാകുന്നില്ല. വിദ്യാഭ്യാസം നേടുന്നതിനെ കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് മനുഷ്യരിൽ അന്തർലീനമായ മാനസികവും ശാരീരികവും ആത്മീയവുമായ വിശിഷ്ട സിദ്ധികളുടെയും പ്രഭാവങ്ങളുടെയും സമ്പൂർണ്ണ വികാസമാണ്. വിദ്യാഭ്യാസം കേവലം സാക്ഷരതയല്ല. ഈ തരത്തിലുള്ള വിദ്യാഭ്യാസം ഭൗതികയിൽ നിന്നും ലഭിക്കുക അസാധ്യമാണ്. അതിനാൽ തന്നെയാണ് അവിടെ വളരുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും അസാൻമാർഗിക പ്രവണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപകരുടെ ഗുരുത്വം പുതിയ തലമുറയ്ക്ക് ലഭിക്കുന്നില്ല. അധ്യാപകരോട് മോശമായി പെരുമാറുന്ന രീതിശാസ്ത്രം വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കും. മതവിദ്യ നേടിയ വിദ്യാർത്ഥി പോലും ഭൗതിക കലാലയങ്ങളിൽ നിന്നും അപമര്യാദയായി പെരുമാറുന്നത് കാണാനാവും. നമ്മുടെ പൂർവികർ ഗുരുക്കന്മാരോട് അങ്ങേയറ്റം ആദരവ് പ്രകടിപ്പിച്ചവരായിരുന്നു. നായയെ കുറിച്ചുള്ള ചെറിയ സംശയം തീർത്തു കൊടുത്ത ഒരു അമുസ്ലിമിനെ കണ്ട് എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ച മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുഭക്തി നാം കേട്ടിട്ടുണ്ട്. ഗുരുവിനെ ധ്യാനിച്ച് അമ്പെയ്ത്ത് അഭ്യസിച്ച് അവസാനം ദക്ഷിണയായി സ്വന്തം വിരൽ മുറിച്ചു കൊടുത്ത ഏകലവ്യൻ ഭാരതീയർക്ക് ഗുരുഭക്തിയുടെ പ്രതീകമാണെന്ന് നമുക്കറിയാം. പിന്നെ എന്തുകൊണ്ട് ആ പാരമ്പര്യം നാം പിന്തുടരുന്നില്ല? ഇതിന് തീർച്ചയായും മാറ്റം വരണം. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.